നമ്മളെല്ലാം നിത്യതയിൽ പോകാനുള്ള തീവണ്ടിക്കകത്ത് കയറിയിരിക്കുക, ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. വന്നതുപോലെയാണ് വർഷങ്ങളോളം ഇരിക്കുന്നതെങ്കിൽ വെറുതെയാണ് സ്വത്രക്കാഴ്ചയും ദശാംശവും ഇട്ട് ഒരുങ്ങി ചമഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ, മാനസാന്തരപ്പെടാൻ നിനക്ക് താല്പര്യമുണ്ടോ? രൂപാന്തരപ്പെടാൻ താല്പര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹാലെ. നിത്യതയെ പോകാൻ താല്പര്യമുണ്ടോ? സൗഖ്യമാകാൻ താല്പര്യമുണ്ടോ? നിന്നെ തന്നെ ഏൽപ്പിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഹല്ലേലൂയ. നിനക്ക് പുതുതായി പലതും പ്രാപിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നീ ഞായറാഴ്ച എഴുന്നള്ളാവൂ. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി നീ വരരുത്. പുഴുവെന്ന് പറഞ്ഞ മണ്ണ് എന്തെന്ന് ഇങ്ങനെ നടക്കും അല്ലേ? പെട്ടെന്ന് ഒരു ദിവസം ഇതൊരു കൂട് കൂട്ടി അതിനകത്തിരിക്കും. മണ്ണ് തിന്നുകൊണ്ട് കിടക്കുന്ന നമ്മള് ഈ ലോകത്തിന്റെ ജഡത്തിന്റെ മണ്ണിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തിക്ക് പെട്ടെന്നൊരു മാനസാന്തരം വരുമ്പോൾ ഒരു കൂടിനകത്ത് കയറുന്നു. ആ കൂടിനകത്ത് കയറിയിരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുഴുവായിട്ടല്ല തിരിച്ചു വരുന്നത്. അതിൻ്റെ രൂപം മാറുന്നു, അതിൻ്റെ സ്വഭാവം മാറുന്നു, അതിൻ്റെ ആഹാരം തിന്നുന്ന രീതി മാറുന്നു. ഇഴഞ്ഞു നടന്നത് പറക്കുന്നു. അതാണ് ചിത്രശലഭം. മണ്ണ് നിന്നുകൊണ്ട് നടന്നു, ഇഴഞ്ഞു നടന്നു. പക്ഷേ യഥാർത്ഥ മാനസാന്തരം വന്നപ്പോൾ കൂട്ടിനകത്ത് കയറി വെളിയിൽ വന്നപ്പോൾ ആരും കണ്ട് മോഹിച്ചു പോകുന്ന ഒരു മനോഹര ചിത്രശലഭമായി മാറി. ഇപ്പോൾ അത് മണ്ണ് തിന്നാനല്ല പോകുന്നത്, അത് തിന്നാൻ പോകുന്ന ഹണിയാണ്, തേന്. ഇതാണ് റിയൽ റിപ്പന്റൻസ്, മാനസാന്തരം. മണ്ണിനും ഈ ലോകത്തിനും പ്രാധാന്യം കൊടുത്ത് ലോകകാര്യങ്ങളും പറഞ്ഞ് ഇന്ന് ഇവിടെ നടക്കുന്ന ലോകകാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്ന വ്യക്തികളെ അല്ല ദൈവത്തിന് മാനസാന്തരം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്ന പറക്കുന്ന ജനരേ, പരിശുദ്ധാത്മാവ്, അതാണ് നിനക്ക് വേണ്ട മാനസാന്തരം.